ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. തിരിഞ്ഞു നോക്കടാ. ഞാൻ നോക്കൂല, വെറുതെ വല്ലതും പേടിച്ചിട്ട്. ശ്വാസം മുട്ടുന്നു. ഒരു കഷ്ണം തരുള്ളൂ, ഇനി ചോദിക്കരുത്. நல்ல நண்பன் வேண்டும் என்று அந்த மரணம் நினைக்கின்றதா? சிறந்தவள் நீதான் என்று உன்னை கூட்டி செல்ல துடிக்கின்ற. അത് ശരി, അത്തില്ലായിരുന്നോ? ഇപ്പോൾ നിങ്ങളുടെ പുതിയ മഹാരാജാവ് മഹേന്ദ്ര ബാഹുബലി. രാവിലെ കുളിക്കാൻ നിനക്കൊന്നും വേണ്ടേ? ഞാൻ കുളിച്ചോളാം. കുളിക്കുമ്പം പറയണം നമ്മളൊരു പരോപകാരിയാണ്. സഹായം ആവശ്യമുള്ളപ്പോഴേ അറിയിക്കാം. ഉടമസ്ഥനില്ലാന്ന് തോന്നുന്നു. ജാനു എന്നാണോ പേര്? അല്ല, സുമതിതാ. എന്താ കാര്യം? അല്ല, സാധാരണ ഈ മുറ്റമടിച്ചു പാരുന്നവരുടെയൊക്കെ പേര് ജാനു എന്നാ. ഒന്ന് ചളക്കാതെ പോകുന്നുണ്ടോ? ഈ പൊങ്ങിയത് ഇവിടുത്തെ നമ്പർ 1 കള്ളസ്വാമിയാ. നോക്കിക്കോണം അയാളുടെ ഓരോ നമ്പറുകൾ. ഓം കച്ചടത്തപ്പ കച്ചടത്തപ്പ കച്ചടത്തപ്പ. ഓം ഓം എന്നെ നിർത്തി തനിക്ക് വീടും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടല്ലേ? രണ്ടും ലോറിക്കുള്ള സാധനമുണ്ടല്ലോ, തനിക്ക് ലോറി വിളിച്ച് പറ്റൂടോ? എന്നാ പിന്നെ ഇത് ലോറി വിളിച്ചു കൊണ്ടുപോകും അല്ലേ? ലോറിയിലെ വാടക നിന്റെ അച്ഛൻ കൊടുക്കുക. കൊള്ളാം കൊള്ളാം. ഒന്ന് തിരിക്കാൻ എന്താണ് മാർഗം? അതെ, മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഏയ്, എനിക്കിനി മുഖം കാണണമെന്നില്ല. ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ. എനിക്കും. കാട്ടില് കണ്ടാ പിന്നെ ഇവിടെ ശവ പിള്ളേച്ച, ശവത്തെ കുത്തരുത്. ജോർജ് കുട്ടി, എന്താ ഇത്? ഒന്നും പറയാൻ സമയമല്ല. പോലീസ് സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി, ഞാനല്ല. ആധിപതിയായ രാവണനെ കാണാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ഇവൻ എന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചെറിയവേ എന്നാ. ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണൻ അത് ഓർത്തില്ല, രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷരപശക. നീ രാമായണം ഒന്നും തിരുത്താൻ നിൽക്കണ്ട. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളിയേ ദൈവമേ, കുളി കഴിഞ്ഞ് പോയിക്കാണോ? മതിൽ അത്രയ്ക്ക് അങ്ങ് ചാരണ്ട, കുറച്ച് മാറി നിൽക്ക്. അപ്പുറത്തെ സ്ത്രീകളുടെ ജയിലാ. മതില് ചാരി നിന്നാ പോലും ഗർഭം ഉണ്ടാക്കുന്ന ജാതിയാ. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. മല്ലയ്യ വരുന്നുണ്ടല്ലോ. ആണോ? ധൈര്യം ഉണ്ടെങ്കിൽ കണ്ടുപിടി. എന്താണ് പ്രശ്നം? അയ്യോ, തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. ഞാനൊരു നുണ പറഞ്ഞു ഈ വട്ടന്മാരോട്. നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ ഭ്രാന്തന്മാരും കൂടി ഇപ്പൊ കിട്ടും ബിരിയാണി എന്നും പറഞ്ഞു ഓടിയത് ഞാനോട് പറ്റിച്ച്. അത് നീയും പുറകെ ഓടുന്നുണ്ടല്ലോ, അതെന്തിനാ? ഇനി ചിലപ്പോ അവിടെ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. എന്താ ഉദ്ദേശിക്കണേ? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, ഒരു പണി എടുക്കാണ്ട പൈസ ഇങ്ങനെ വന്നോണ്ടിരിക്കണം, എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് തിന്ന. സത്യം പറയട്ടെ, ആണോ? താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകര, പതുക്കെ. ഇനി ഇതുപോലത്തെ ഒരു അവസരം കിട്ടൂല.